നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടന്ന യാത്രയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മാത്രമാണ് ഇപ്പോൾ തുടരന്വേഷണവും അതേ തുടർന്നുള്ള പല കാര്യങ്ങളും വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും ഈ കേസ് ഡയറിയും മറ്റും മാറ്റി എഴുതിപ്പിച്ച, അതിന് നിർബന്ധിച്ച, നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനെ ജനങ്ങൾ പുറത്ത് കാണേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ IPSും വെച്ച് നടക്കാൻ ഇടവരരുത്. കാരണം ഒരു ഗവൺമെൻറ്റിനും ഒരു പക്ഷേ ആവശ്യമില്ലാത്തതായിരിക്കാം ഇയാളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിണറായി വിജയൻ 10 വർഷം മുമ്പ് ആദ്യത്തെ ദിനങ്ങളിൽ തിരുവനന്തപുരം സിറ്റിയിൽ പോലും എസ്കോർട്ടും പൈലറ്റും വേണ്ട എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ടും പൈലറ്റും മാത്രമല്ല, നിരവധി വാഹനങ്ങളും അതിൻ്റെ കൂടെ ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന ഒരു ഭീകര സംഘം പോലെ കേരളം മുഴുവൻ കറങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുത്തത് തീർച്ചയായിട്ടും അന്നത്തെ DGPയും അഡ്വൈസറും ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. കാരണം പ്രത്യേകിച്ച് ഒരു ഭയത്തിൻ്റെ, താൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിലുള്ള ഭയത്തിൻ്റെ, വാടിക്കൽ രാമകൃഷ്ണൻ അടക്കമുള്ള നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമായിരുന്ന, അതിൻ്റെ മാനസിക വ്യഥ അനുഭവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാമാവുന്ന, സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരുന്ന ഒരു പേടിയുടെ അന്തരീക്ഷമുണ്ട് ഉള്ളിൽ. അത് മുതലെടുപ്പ് നടത്തി വലിയ വലിയ പേടിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുകയും ആ ഭയത്തിൻ്റെ അന്തരീക്ഷം മുതലെടുത്ത് അതിൽ നിന്നും കൂടുതലായിട്ട് പോലീസിൻ്റെ പിടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചക്രവ്യൂഹങ്ങളിലേക്ക് ആ വ്യക്തി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്താണ് ഇത്തരമൊരു പരിപാടി അവതരിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അദ്ദേഹം അത് കേൾക്കും, നന്നായിട്ടൊരു ചിരി ചിരിക്കും, പിന്നീട് ഒന്നും പറയില്ല. ആ ചിരിയിലെല്ലാം ഉണ്ട്, അതൊന്നും വേണ്ട, എനിക്ക് ഇപ്പോഴുള്ളത് തന്നെ കൂടുതലാണ് എന്നാണ് ആ ചിരിയുടെ അർത്ഥം. അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് പോലീസിനും അതുപോലെ ഉപദേശകർക്കും ഒന്നും സാധിക്കുകയുമില്ലായിരുന്നു, അതെനിക്ക് ഉറപ്പാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള കൊലപാതക കേസുകളിലും മറ്റും ഉൾപ്പെട്ടിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ്. തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളവർക്ക് അതിൻ്റെ പേരിൽ പേടിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. പക്ഷേ അതിൽ പെട്ടിട്ടുള്ളവർക്ക് പലപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പേടി എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ കിം ജോങ് ഉൻ പോലെയുള്ള ഉത്തരകൊറിയൻ ഏകാധിപതിയെ പോലുള്ളവർക്ക് അവർക്ക് എല്ലാവരെയും സംശയമായിരിക്കും. കാരണം ആരാണ് എപ്പോഴാണ് വിഷം കൊടുത്തോ മറ്റു രീതിയിലോ ഏതെങ്കിലും വിധേനയോ തന്നെ വധിക്കാൻ നടക്കുന്നത് എന്നുള്ള സംശയമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംശയത്തോടെ മാത്രമേ വീക്ഷിക്കാൻ സാധിക്കൂ. അല്പം പോലും എന്തെങ്കിലും വിധത്തിൽ പ്രതികരിക്കുന്നവരെ ഉടനെ ഇല്ലാതാക്കാനുള്ള ഒരു സംസ്കാരമായിരിക്കും ഉടലെടുക്കുക. പലപ്പോഴും ഇത് നടപ്പാക്കുന്ന ആളേക്കാൾ ഉപരിയായി അതിന് ആദ്യം കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും അതിന് ഉത്തരവാദികൾ. ആലപ്പുഴ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് കണ്ണൂരും മറ്റും വെച്ച് നടന്ന ചെടിച്ചട്ടികളും അതുപോലെ ഹെൽമറ്റുമൊക്കെ ഉപയോഗിച്ച് നടന്ന ആക്രമണങ്ങളും. അവിടെ നിന്നാണല്ലോ രക്ഷാപ്രവർത്തനം എന്നുള്ള പേര് വീണത് തന്നെ. അതിൽ പോലീസ് എടുത്ത നടപടികളും, അതിൽ ആരാണ് കേസ് ഡയറി ഈ രീതിയിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു പൂർണ്ണ പരിശോധന നടത്തേണ്ടതും അതിന് നിർദ്ദേശം നൽകിയ സീനിയർ തലത്തിലെ, ഞാൻ ഉദ്ദേശിക്കുന്നത് IPS തലത്തിലെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ പൊതുജനത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതും ആവശ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, IPS ഉദ്യോഗസ്ഥർക്ക് സാമാന്യം പ്രഷറുകൾ, സമ്മർദ്ദങ്ങൾ അത് അതിജീവിക്കാനുള്ള വഴികൾ ധാരാളമുണ്ട്. അങ്ങനെ കൂടി വന്നാൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും എന്നുള്ളത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന ആളെ ഒരിക്കൽ പോസ്റ്റ് ചെയ്താൽ 2 വർഷത്തേക്ക് സാധാരണ നിലയിൽ മാറ്റാൻ സാധ്യവുമല്ല. അങ്ങനെ വരുമ്പോൾ ആ SPC സ്റ്റേറ്റ് പോലീസ് ചീഫ് വിചാരിച്ചാൽ തന്നെ സാമാന്യം സ്വതന്ത്രമായി പോലീസ് സംവിധാനം പ്രവർത്തിക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് വീണ്ടും ആരെയെങ്കിലും പ്രീണിപ്പിക്കണമെന്ന് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. അതിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർക്കും
സംരക്ഷണം നൽകാനായിട്ട് DGPക്ക് വളരെ നല്ല രീതിയിൽ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം വിട്ട് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് ഇത്തരം കേസുകളിൽ ഇപ്പം നമ്മൾക്ക് കാണാം, ചില മർഡർ കേസുകളിലൊക്കെ പ്രതികളായിരിക്കുന്നവർക്ക് പരോൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സംവിധാനം എങ്ങനെയുണ്ടാകുന്നു? അതിന് TP കേസിലെ പല പ്രതികൾക്കും പരോൾ കൊടുക്കുന്നതിന് അവർ പൈസ കൊടുത്തു എന്ന് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരിലൊരു വിജിലൻസ് കേസുമുണ്ട്. അപ്പോൾ അതിലൊക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറേ നല്ല രീതിയിൽ പോലീസ് സംവിധാനം വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമാണ്. ബംഗാളിൽ നോക്കുക, അവിടെ ഇപ്പോൾ പുതിയ BJP ഗവൺമെൻറ് വന്ന ഉടനെ ചെയ്തത് മെഡിക്കൽ കോളേജിലെ ഒരു റേപ്പ് ആൻഡ് മർഡർ കേസിലെ തുടരന്വേഷണം നടത്തുകയാണ്. അത് ഹൈക്കോടതി CBIക്ക് വിടുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. മാത്രമല്ല, അന്ന് ചുമതലയുണ്ടായിരുന്ന കൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറും അടക്കം 3 IPSകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഒരു സർക്കാർ ഇരിക്കുമ്പോൾ നിയമം വിട്ടും ഭരണഘടന വിട്ടും എല്ലാ നീതി ന്യായങ്ങൾ വിട്ടും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കുറഞ്ഞ് ഇല്ലാതാവുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്.